Good morning all. In the last class we had discussed about how to find the arithmetic mean of continuous series, and we had discussed about the three methods by which we could find the arithmetic mean of continuous series. Now let us see how to find the missing frequency of a continuous series. First question, find the missing frequency from the following data. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്, ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. അതിൽ സീരീസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് ആണെന്ന്. കാര്യം 0 to 10, 10 to 20 അങ്ങനെ ഒരു ക്ലാസ്സിലാണ് ഡേറ്റ തന്നേക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അതിൽ 30 to 40 എന്ന സ്ഥലം കണ്ടോ, അവിടെ ബ്ലാങ്കാണ് കിടക്കുന്നത്. അതായത് അവിടെ ഒരു ഡേറ്റ മിസ്സിങ് ആണ്, ഒരു ഫ്രീക്വൻസി മിസ്സിങ് ആണ്. ആ മിസ്സിങ് ഫ്രീക്വൻസി കാണാനാണ് ക്വസ്റ്റ്യൻ. വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ദ അരിത്തമെറ്റിക് മീൻ ഈസ് 34 മാർക്സ്. അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ബാർ എന്നല്ലേ നമ്മൾ പറയുന്നത്. എക്സ് ബാർ 34 ആണ് തന്നിട്ടുണ്ട്. സൊല്യൂഷൻ നോക്കാം. ഓക്കെ, എക്സ് ബാർ 30 എത്രയായിരുന്നു? 34 ആണ് ഓൾറെഡി നമ്മൾ എടുത്തു. ദെൻ അറിയാൻ വയ്യാത്തൊരു ഡേറ്റ ഇല്ലേ, മിസ്സിങ് ഡേറ്റ എവിടെയായിരുന്നു? 30 to 40 എന്ന ക്ലാസ്സിൽ. അതിനെ എക്സ് എന്ന് എടുക്കുന്നു. ലെറ്റ് ദ മിസ്സിങ് ഫ്രീക്വൻസി ബി എക്സ്. എന്നിട്ട് നമ്മൾ ടേബിൾ വരയ്ക്കുന്നു തന്ന ഡേറ്റ വെച്ചിട്ട്. ആദ്യം മാർക്സ്, ദെൻ എക്സ് അല്ലെങ്കിൽ മിഡ് വാല്യൂ. കാര്യം എന്താ, കണ്ടിന്യൂസ് സീരീസ് ആണ്, മിഡ് വാല്യൂനെയാണ് എക്സ് എന്ന് എടുക്കുന്നത്. അപ്പോൾ 0 to 10 മിഡ് വാല്യൂ എങ്ങനെ കിട്ടും? 0 + 10/2. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 10/2 5. ദെൻ അടുത്ത ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എങ്ങനെ കിട്ടും? 10 + 20/2. അപ്പോൾ 30/2 15. ആ രീതിയിൽ എക്സ് കിട്ടി എല്ലാത്തിൻ്റെയും. ദെൻ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് അതുപോലെ എടുത്തെഴുതി. പക്ഷേ 30 to 40 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെത് മിസ്സിങ് ആണ്, അതിനെ നമ്മൾ എക്സ് എന്ന് എഴുതി. ഓക്കെ, അതിൻ്റെ സമ്മാണ് ക്യാപിറ്റൽ എൻ. ഫ്രീക്വൻസിയുടെ സം ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഒന്ന് കൂട്ടി നോക്കുന്നു. 5 + 15 + 20 + 20 + 10. അപ്പോൾ 70 എന്ന് കിട്ടും. പിന്നെ ഒരു എക്സ് കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് 70 + എക്സ്. ഇനി അടുത്ത ടേബിൾ എന്താ? എഫ് എക്സ് കാണണം. എഫ് ഇൻറ്റു എക്സ് എല്ലാ വാല്യൂസിൻ്റെയും കാണുന്നു. അതിൽ ആ എക്സിൻ്റെ നേരെ മാത്രം 35 ഇൻറ്റു എക്സ് 35x എന്ന് കിട്ടും. ഞാൻ ആ വട്ടം ഇട്ടേക്കുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് വാല്യൂസ് കിട്ടും. ഇനി അതിൻ്റെ സം അറിയണം, സിഗ്മ എഫ് എക്സ് അറിയണം. അപ്പോൾ എക്സ് ഉള്ള ടേം ഒഴികെ എക്സ് ഒന്നും ഇല്ലാത്ത സാധാരണ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 25 + 225 അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 2200 എന്ന് കിട്ടി, പ്ലസ് ആ 35x കൂടെ. അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 2200 + 35x. അപ്പോൾ ക്യാപിറ്റൽ ഒന്നുകൂടെ എടുത്തെഴുതുന്നു, 70 + x. സിഗ്മ എഫ് എക്സ് എത്രയാണ്? 2200 + 35x. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 34 ആണ്. അതായത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ഈക്വൽ ടു 34 ഉണ്ടോ ഇവിടെ. അപ്പോൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പുട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ബാറിന് പകരം 34 എന്ന് കൊടുത്തു. ഇനി സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2200 + 35x. സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നല്ലേ. അപ്പം സിഗ്മ എഫ് എക്സ് ബൈ എൻ എത്രയാണ്? 70 + x. അപ്പോൾ 34 ഈക്വൽ ടു 2200 + 35x ഡിവൈഡഡ് ബൈ 70 + x എന്ന് കിട്ടി. ഇനി നമുക്കതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വലതുവശത്ത് ഡിനോമിനേറ്ററിലുള്ള 70 + x-നെ ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള 35 ആയിട്ട് ഇൻറ്റു ചെയ്യാം. ഇപ്പുറത്തെ ഡിവിഷൻ ആയതുകൊണ്ട് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അതെന്താവും? ഇൻറ്റു ആവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 34 ഇൻറ്റു 70 + x ഈക്വൽ ടു 2200 + 35x എന്ന് കിട്ടി. ആ 34 ഇൻറ്റു 70 + x കണ്ടോ, അതിനെ അകത്തോട്ട് എടുക്കാമല്ലോ. 34 ഇൻറ്റു 70 + 34 ഇൻറ്റു x എന്ന് എടുക്കാം. 34 ഇൻറ്റു 70 എത്രയാണ്? 2380 പ്ലസ് 34 ഇൻറ്റു x എത്രയാണ്? 34x ഈക്വൽ ടു 2200 + 35x. ഇനി എക്സ് ഉള്ള ടേംസിനെ ഒരു സൈഡിലോട്ടാക്കുക, എക്സ് ഇല്ലാത്ത ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിട്ടുള്ളതിനെ ഒരു സൈഡിലോട്ടാക്കുക.
അപ്പോൾ ഒന്നെങ്കിൽ ടെക്സ്റ്റിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള പോലെ എടുക്കുക, അതല്ലെങ്കിൽ ഞാൻ പേന കൊണ്ട് കൊടുത്തേക്കുന്ന രീതിയിൽ എടുക്കുക. ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് ഉള്ളതിനെ ഒരിടത്തും എക്സ് ഇല്ലാത്തതിനെ വലതുവശത്തോ ഇടതുവശത്തോ മാറ്റി എഴുതുക. പിന്നെ ഒരു സൈൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ ഓപ്പോസിറ്റ് ആവും. അതായത് പ്ലസ് സൈൻ ആണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആകും, നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അത് ബേസിക്സ് ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ 34x ലെഫ്റ്റ് സൈഡിൽ നിർത്തി 2318 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ സൈൻ മാറും അങ്ങോട്ട് പോകുമ്പോൾ. 35x ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ അത് -35x എന്നാവും. അവിടെ ഈക്വൽ ടു 2200 മൈനസ് 2380. അപ്പം -x ഈക്വൽ ടു -180 എന്ന് കിട്ടും. രണ്ടിൻ്റെ നെഗറ്റീവ് സൈൻ മാറ്റിയ x ഈക്വൽ ടു 180. അപ്പം മിസ്സിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 180 ആണ്. ഇങ്ങനെയാണ് മിസ്സിങ് ഫ്രീക്വൻസി കാണുന്നത്. മിസ്സിങ് ഫ്രീക്വൻസിയുടെ നേരെ x എന്ന് കൊടുക്കുക, ബാക്കി നമ്മൾ നോർമലി ചെയ്യുന്ന രീതിക്ക് മാത്രം ചെയ്തു പോയാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്ക് കമ്പൈൻഡ് മീൻ. A combined mean is the mean of whole series when there are 2 or more component series. ഒന്നിൽ കൂടുതൽ സീരീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലല്ല രണ്ടിൽ കൂടുതൽ കമ്പോണൻറ്റ് സീരീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മീൻ കാണാൻ യൂസ് ചെയ്യുന്നതാണ് കമ്പൈൻഡ് മീൻ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നോക്കാം. x12 ഇപ്പോൾ രണ്ട് ടൈപ്പ് സീരീസ് ആണുള്ളതെന്ന് വിചാരിക്കുക. രണ്ട് ടൈപ്പ് സീരീസ് ആണെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് മീൻ കാണാൻ x12 ബാർ ഈക്വൽ ടു n1x1 ബാർ പ്ലസ് n2x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. അതല്ല 3 സീരീസ് ഉണ്ടെങ്കിൽ x123 ബാർ ഈക്വൽ ടു n1x1 ബാർ പ്ലസ് n2x2 ബാർ പ്ലസ് n3x3 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3. ഇതിൽ n1 n2 n3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. n1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് സീരീസ് 1, n2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് സീരീസ് 2, ആ രീതിയിൽ. ഇനി x12 ബാർ എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ സാധനം കമ്പൈൻഡ് മീൻ, x123 ബാർ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് മീൻ. ഇനി x1 ബാർ x2 ബാർ x3 ബാർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസുകളുടെ അരിത്തമെറ്റിക് മീനാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ വേജ് ഓഫ് 40 മെയിൽ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് ₹100. 40 മെയിൽ വർക്കേഴ്സിൻ്റെ മീൻ വേജ് അല്ലെങ്കിൽ മീൻ സാലറി 100 രൂപയാണ്. അതേസമയം ഫീമെയിൽ വർക്കേഴ്സിൻ്റെത് സെയിം കമ്പനിയിൽ 80 രൂപയാണ് മീൻ സാലറി അല്ലെങ്കിൽ മീൻ വേജ്. അങ്ങനെയാണെങ്കിൽ 100 പേരുടെ ഈ പറയുന്ന 100 വർക്കേഴ്സിൻ്റെ കമ്പൈൻഡ് മീൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സീരീസ് 1 എന്ന് പറയുന്നത് മെയിലും സീരീസ് 2 എന്ന് പറയുന്നത് ഫീമെയിലുമായിട്ട് എടുക്കാം അല്ല, രണ്ട് ടൈപ്പ് ഡേറ്റ, രണ്ട് സീരീസ് ഡേറ്റയാണ് തന്നേക്കുന്നത്. അപ്പോൾ n1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ് മെയിൽ, 2 ആണ് ഫീമെയിൽ എന്ന് എടുത്താൽ n1 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മെയിൽസ് 40, n2 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫീമെയിൽസ് 60. x1 ബാർ എന്ന് വെച്ചാൽ മെയിൽസിൻ്റെ മീൻ വേജ്, x1 ബാർ മീൻ ഓഫ് മെയിൽസ് വേജ് എത്രയാണ്? 100 rupees. അതേപോലെ ഫീമെയിൽസിൻ്റെ മീൻ വേജ് എത്രയാണ്? ₹80. ക്വസ്റ്റ്യനിൽ തന്നത് അതുപോലെ എടുത്തെഴുതി. നമ്മുടെ ഇക്വേഷൻ എന്താ? കമ്പൈൻഡ് മീൻ അല്ലേ, രണ്ട് സീരീസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ x12 ബാർ ഈക്വൽ ടു n1x1 ബാർ പ്ലസ് n2x2 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഈ പറഞ്ഞ വാല്യൂസ് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ 88 എന്ന് കിട്ടും. അതായത് ഈ പറഞ്ഞ 100 വർക്കേഴ്സിൻ്റെ കമ്പൈൻഡ് മീൻ വേജ് 88 ആണ്. 100 വർക്കേഴ്സ് എന്ന് പറയാൻ കാര്യം എന്താ? 60 ഫീമെയിലും 40 മെയിലും രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ വർക്കേഴ്സ് 100 പേരാണ്. അതുകൊണ്ടാണ് 100 വർക്കേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻസ് താഴെയുണ്ട്, യാതൊരു വ്യത്യാസമില്ല, ഇതേ മെത്തേഡാണ്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെയിം മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ എളുപ്പമാണ്. ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം.
എക്സാമ്പിൾ നമ്പർ 16 ഇതേ മെത്തേഡാണ്, പക്ഷെ അവിടുത്തെ വ്യത്യാസം 2 സീരീസ് അല്ല 3 സീരീസ് ഉണ്ട്. അപ്പോൾ 3 സീരീസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. 3 സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? n1x1 ബാർ പ്ലസ് n2x2 ബാർ പ്ലസ് n3x3 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാൻ നേരത്തെ ആൻസർ 3.38 എന്ന് കിട്ടും, അല്ലെങ്കിൽ 3.375 എന്ന് കിട്ടും. ഓക്കെ, ഇത് ആൻസർ മാത്രം ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. മുകളിൽ കണ്ടോ, ഏറ്റവും മുകളിലൊരു സെൻറ്റൻസ്, ഹെൻസ് ദ ഏജ് ഓഫ് ദ റിമൈൻഡർ വാസ് 3.38 ഇയേഴ്സ്. അതായിരിക്കും നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത്. അതുപോലെ അവിടെ ചെയ്തു വരാൻ നേരത്തെ, എക്സാമ്പിൾ നമ്പർ 16 ചെയ്തു വരാൻ നേരത്ത് ആക്ച്വലി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും x1 2 3 ബാറിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. 3 പേരുടെയും കൂടെയുള്ള മെയിൻ വേജ് 9.35 ഇയേഴ്സ് ആണെന്നുണ്ട് മെയിൻ ഏജ്. അപ്പോൾ x1 2 3 ബാർ തന്നിട്ടുണ്ട്, 9.35 ആണ്. അവിടെ മിസ്സിങ് ആയിട്ടുള്ളത് x3 ബാറാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അല്ലെ മൂന്നാമത്തെ കാറ്റഗറിയുടെ വാല്യൂ ആണ് മിസ്സിങ്. അതിനെ x എന്ന് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ എക്സിൻ്റെ വാല്യൂ, മിസ്സിങ് ആയിട്ടുള്ളതിൻ്റെ വാല്യൂ ആണ് 3.38 ഇയേഴ്സ് എന്ന് കിട്ടുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ഇതേ മോഡലിൽ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. ആവറേജ് റെയിൻഫോൾ ഓഫ് എ സിറ്റി ഫ്രം മൺഡേ ടു സാറ്റർഡേ ഈസ് 3 സെൻറ്റിമീറ്റർ. മൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള ഒരു സിറ്റിയിലെ മഴയുടെ ആവറേജ് കണക്ക് 3 സെൻറ്റിമീറ്റർ ആണ്. മൺഡേ ടു സാറ്റർഡേ എന്ന് പറയുമ്പോൾ എത്ര ദിവസമുണ്ട്? 6 ദിവസമുണ്ട്. ഓക്കെ, ദെൻ ഡ്യൂ ടു ഹെവി റെയിൻഫോൾ ഓൺ സൺഡേ ദ ആവറേജ് റെയിൻഫോൾ ഫോർ ദ വീക്ക് ഇൻക്രീസ്ഡ് ടു 5 സെൻറ്റിമീറ്റർ. ഞായറാഴ്ച ഭയങ്കര മഴയായിരുന്നു. ആ മഴ കാരണം തന്നെ ആ ആഴ്ചത്തെ ആവറേജ് റെയിൻഫോൾ 5 സെൻറ്റിമീറ്റർ കൂടി. 5 സെൻറ്റിമീറ്റർ ആയിട്ട് കൂടി. വാട്ട് വാസ് ദ റെയിൻഫോൾ ഓൺ സൺഡേ? അങ്ങനെയാണെങ്കിൽ സൺഡേയിലെ റെയിൻഫോൾ എത്ര? അതായത് ആ ഒരു ദിവസത്തെ മാത്രം റെയിൻഫോൾ എത്ര? അപ്പം മൺഡേ ടു സാറ്റർഡേ 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. 6 ദിവസത്തെ എന്തിൻ്റെ സം അല്ല, ആവറേജ് റെയിൻഫോൾ എത്രയായിരുന്നു? 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. ആവറേജ് എന്ന് വെച്ചാൽ എക്സ് ബാർ കേട്ടോ, എക്സ് ബാർ 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. ദെൻ ഒരു ദിവസം കൂടെ കൂടിയപ്പോൾ, സൺഡേ കൂടെ കൂടിയപ്പോൾ ടോട്ടൽ റെയിൻഫോൾ എത്രയായി മാറി? 7 ദിവസമായപ്പോൾ എത്രയായി മാറി? 3ൽ നിന്ന് 5ലോട്ട് പോയി. 5 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ എക്സ് ബാർ എന്ന് പറയുന്നത്. 7 ദിവസത്തിൻ്റെ ആവറേജ് അല്ലെങ്കിൽ എക്സ് ബാർ എത്രയാ? 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഞായറാഴ്ചത്തെ ഇൻഡിവിജ്വൽ റെയിൻഫോൾ എത്ര എന്നാണ്. നമുക്ക് സാധാരണ എക്സ് ബാർ കാണാൻ, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈക്വൽ ടു ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ സിഗ്മ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയെടുത്താൽ മതി. സിഗ്മ എക്സ് ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു എൻ. അതായത് സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? സിഗ്മ എക്സ് ഈക്വൽ ടു, സിഗ്മ എക്സ് എന്ന് വെച്ചാൽ സം ആണ്. സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു എൻ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ 2 സമ്മൊന്ന് എടുത്തെഴുതി നോക്കാം. സം ഫോർ 6 ഡേയ്സ്. എന്ത് സം ഓഫ് എന്ത്? സം ഫോർ ദ റെയിൻഫോൾ ഫോർ 6 ഡേയ്സ്. 6 ദിവസത്തെ സം എങ്ങനെയായിരിക്കും? സമ്മിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ ഇൻറ്റു എൻ എന്നാണ്. 6 ദിവസത്തെ എക്സ് ബാർ എത്രയാ? 3 സെൻറ്റിമീറ്റർ ഇൻറ്റു എൻ എത്രയാ? 6 ദിവസം എന്ന് പറയുമ്പോൾ എൻ എത്രയാ? 6. അപ്പോൾ 3 ഇൻറ്റു 6 18 സെൻറ്റിമീറ്റർ ആണ് 6 ദിവസത്തെ മഴയുടെ സം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെയിം തന്നെ 7 ദിവസത്തേക്ക് കാണാം. ഞായറാഴ്ച കൂടെ വന്നപ്പോൾ തിങ്കൾ തൊട്ട് ഞായർ വരെ ആയപ്പോൾ 7 ദിവസമായി. അപ്പോൾ സിഗ്മ എക്സ് ഫോർ 7 ഡേയ്സ്. 7 ഡേയ്സിന് എക്സ് ബാർ ആവറേജ് എത്രയാ? 5 സെൻറ്റിമീറ്റർ. ദെൻ എൻ എത്രയാ? 7 ദിവസം ആയതുകൊണ്ട് 7. അപ്പോൾ 5 ഇൻറ്റു 7 35 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 7 ഡേയ്സിൻ്റെ സമ്മ് കിട്ടിയോ? 6 ഡേയ്സിൻ്റെ റെയിൻഫോളിൻ്റെ സമ്മ് 18 സെൻറ്റിമീറ്ററും 7 ഡേയ്സിൻ്റെ റെയിൻഫോളിൻ്റെ സമ്മ് 35 സെൻറ്റിമീറ്ററും. അപ്പോൾ ഈ പറയുന്ന 7 ഡേയ്സിൽ നിന്നും 6 ഡേയ്സിൻ്റെ സമ്മ് കുറച്ചാൽ ആദ്യത്തത് തിങ്കൾ മുതൽ ശനി വരെയുള്ളതും പിന്നത്തേത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ളതുമാണ്.
അപ്പോൾ ആ വലിയ ഡേറ്റയിൽ നിന്ന് ചെറിയ ഡേറ്റ കുറച്ചാൽ എന്ത് കിട്ടും? ഞായറാഴ്ചത്തെ ഇൻഡിവിജ്വൽ റെയിൻഫോൾ കിട്ടും. സോ 35 - 18 ആയിട്ട് ഡിഫറൻസ് എടുക്കുന്നു. ആൻസർ 17 സെൻറ്റിമീറ്റർ. അതാണ് ഞായറാഴ്ചത്തെ റെയിൻഫോൾ. ദാറ്റ് ഈസ് ദ റെയിൻഫോൾ ഓൺ സൺഡേ, 17 സെൻറ്റിമീറ്റർ. ലോജിക്ക് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇക്വേഷൻ ബേസിക് ഇക്വേഷനാണ്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എന്നിൽ നിന്നും സോൾവ് ചെയ്ത് സമ്മിന് വേണ്ടിയിട്ടൊരു പുതിയ ഇക്വേഷൻ എടുത്തു. സിഗ്മ എക്സ് ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു എൻ എന്ന്. എന്നിട്ട് വാല്യൂസ് പുട്ട് ചെയ്ത് ഡിഫറൻസ് എടുക്കുകയാണ് ചെയ്തത്. ദെൻ കറക്ഷൻ ഇൻ മീൻ. മീനിന് കറക്ഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻകറക്റ്റ് മീനായിപ്പോയി, നമ്മൾ ഡേറ്റ എടുത്തപ്പോൾ ഒരു മീൻ മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ കാണാനെന്നൊക്കെ പറഞ്ഞ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നോക്കുക. ദ മീൻ മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് വാസ് ഫൗണ്ട് ടു ബി 50. 100 കുട്ടികളുടെ മീൻ മാർക്ക് അല്ലെങ്കിൽ ആവറേജ് മാർക്ക് 50 ആണ്. ലേറ്റർ ഓൺ it was found out that a score of 87 was misread as 78. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ആവറേജ് എടുത്തപ്പോഴേ ഒരു കുട്ടിയുടെ മാർക്ക് 87 പകരം നമ്മൾ എടുത്തത് 78 ആണ്. ഒറിജിനൽ 87 ആണ്, പക്ഷെ നമ്മൾ ആ കൂട്ടിയ സമയത്ത് യൂസ് ചെയ്തത് 87 അല്ല, മറിച്ച് 78 ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മീൻ എത്ര കിട്ടിയോ? നമുക്ക് സാധാരണ ആവറേജിൻ്റെ ഇക്വേഷൻ അറിയാം. ആവറേജിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. അവിടെ സമ്മിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? സിഗ്മ എക്സ് ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു എൻ എന്ന് തിരിച്ചെടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റ് സമ്മാണ് നോക്കുന്നത്, തെറ്റായിട്ടുള്ള സം, ആദ്യത്തെ സം. സിഗ്മ എക്സ് എന്ത് വരും? സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സ് ബാർ ഇൻറ്റു എൻ ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ എത്രയാണ്? 50 ഇൻറ്റു എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 100. അപ്പോൾ 50 ഇൻറ്റു 100 5000, 5000 എന്ന് കിട്ടും സിഗ്മ എക്സ്. ഇത് ഇൻകറക്റ്റ് സമ്മാണ്, ആദ്യം എടുത്ത തെറ്റായ സമ്മാണ് എന്ത്? 5000. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറക്റ്റായിട്ടുള്ള സം കണ്ടുപിടിക്കണം. കറക്റ്റ് സം കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻകറക്റ്റ് സമ്മിൽ നിന്ന് ഇൻകറക്റ്റ് ഐറ്റം കുറയ്ക്കുക, എന്നിട്ട് കറക്റ്റ് ഐറ്റം കൂട്ടുക. ദാറ്റ് മീൻസ് തെറ്റായിട്ടുള്ള സമ്മിൽ നിന്നും തെറ്റായിട്ടുള്ള ഡേറ്റ കുറച്ചിട്ട് ശരിയായിട്ടുള്ള ഡേറ്റ കൂട്ടുക. തെറ്റായിട്ടുള്ള സം എന്തുവാ? 5000 മൈനസ് തെറ്റായിട്ടുള്ള ഐറ്റം ഏതാണ്? തെറ്റായിട്ടുള്ള മാർക്ക് 78. അപ്പോൾ തെറ്റായിട്ടുള്ള 78 കുറച്ചു, എന്നിട്ട് ശരിയായിട്ടുള്ളത് കൂട്ടി. ശരിയായിട്ടുള്ളത് എത്രയാണ്? 87. ദാറ്റ് മീൻസ് 5000 മൈനസ് 78 പ്ലസ് 87. ആ കിട്ടുന്ന 5009 ആയിരിക്കും കറക്റ്റ് സം. നമുക്ക് കാണേണ്ടത് കറക്റ്റ് സം അല്ല, ഫൈൻഡ് ദ കറക്റ്റ് മീൻ ആണ്. കറക്റ്റ് മീൻ അല്ലെങ്കിൽ കറക്റ്റ് ആവറേജ് എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്തായിരിക്കും? സിഗ്മ എക്സ് ബൈ എൻ. എങ്ങനത്തെ സിഗ്മ എക്സ്? കറക്റ്റ് സിഗ്മ എക്സ് ബൈ എൻ. കറക്റ്റ് സിഗ്മ എക്സ് എത്രയാ? 5000 അല്ല, 5009 ഡിവൈഡഡ് ബൈ എൻ എത്രയാ? നമ്പർ ഓഫ് ഐറ്റം, അതിന് മാറ്റമൊന്നുമില്ല. അപ്പം ബൈ 100. അപ്പോൾ ആൻസർ 50.09. അപ്പോൾ ശരിക്കുള്ള മീൻ 50 അല്ല, പിന്നെ എത്രയാണ്? 50.09 ആണ്. ഒന്നുകൂടെ നോക്കുക, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്ത് നോക്കുക. ആൻസർ 200.2 എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ് മീൻ എന്ന് പറയുന്നത് 200.2 എന്നാണ് വരുന്നത്. ദെൻ മീൻ ഓഫ് അരിത്തമെറ്റിക് ആവറേജ്, മെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് ആവറേജ്. അരിത്തമെറ്റിക് ആവറേജിൻ്റെ മെറിറ്റ്സ് അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു വയ്ക്കുക. ചില സമയത്ത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും വരാറുണ്ട്. എല്ലാം എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ്, അതുകൊണ്ട് ഞാൻ ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. Then last topic for today, weighted arithmetic average. It is the average of the items of varying importance or weights. പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഐറ്റത്തിൻ്റെ ആവറേജ് കാണാൻ ഉപയോഗിക്കുന്നതാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് ആവറേജ്.
അൺഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള പല ഐറ്റംസ് തന്നാൽ അതിൻ്റെ ആവറേജ് കാണാൻ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇക്വേഷൻ, വെയ്റ്റഡ് ആവറേജിൻ്റെ ഇക്വേഷൻ ഇതാണ്. എക്സ് ബാർ ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ബൈ സിഗ്മ ഡബ്ല്യു, അതായത് w1x1 പ്ലസ് w2x2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ w1 പ്ലസ് w2 പ്ലസ് w3 പ്ലസ് എക്സെട്ര. ആ രീതിയിൽ പോകും. അതെവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എല്ലാ ഐറ്റത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ഈക്വൽ അല്ലെങ്കിൽ വി ക്യാൻ യൂസ് ദിസ്. ദെൻ സെയിം ക്ലാസ് ഗ്രൂപ്പിൽ തന്നെ പല പല ഫ്രീക്വൻസീസ് ഉള്ള ഐറ്റംസ് ആണുള്ളതെങ്കിൽ, അതുപോലെ റേഷ്യോസ്, പെർസെൻറ്റേജസ് അല്ലെങ്കിൽ റേറ്റ്സ് അതിൻ്റെയൊക്കെ ആവറേജ് ആണ് എടുക്കുന്നതെങ്കിൽ, then when there is a change in the proportion of values of items or in their frequencies, തന്നേക്കുന്ന വാല്യൂസിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഡെക്സ് നമ്പേഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് ദിസ്. പിന്നെ ഒരു വലിയ സീരീസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ദെൻ ഒരു ഗ്രൂപ്പിൻ്റെ ആവറേജ് വേറൊരു ഗ്രൂപ്പിൻ്റെ ആവറേജുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കഴിവതും ക്വസ്റ്റ്യനിൽ വെയ്റ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഫ്രീക്വൻസിക്ക് പകരം വെയ്റ്റ് അല്ലെ വെയ്റ്റേജ് ആയിരിക്കും തരുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ മാർക്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണാൻ. എന്നിട്ട് ഡേറ്റ തന്നേക്കുന്നു, കുറേ സബ്ജക്റ്റ്, പല പല സബ്ജക്റ്റാണ്, പല സബ്ജക്റ്റും അതിൻ്റെ മാർക്ക്, അതിൻ്റെ വെയ്റ്റ്. നിങ്ങളുടെയും സബ്ജക്റ്റ് അതുപോലെ ബികോമിൽ നമുക്ക് ഓരോ സബ്ജക്ട്സിനും ഓരോ തരത്തിലുള്ള വെയ്റ്റേജസ് കാണും, അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് കാണും. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും ടോട്ടൽ സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ GPA, CGPA ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്, ഗ്രേഡൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാർക്സ് തന്നിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിൻ്റെയും വെയ്റ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട്. തന്നേക്കുന്ന ഡേറ്റ അതുപോലെ തന്നെ എഴുതുന്നു. സബ്ജക്റ്റ് എടുത്തെഴുതി, മാർക്സ് അതായത് എക്സ് എടുത്തെഴുതി, അതിൻ്റെ വെയ്റ്റിനെ W എന്ന് ഡിനോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ തന്ന ഡേറ്റ അതുപോലെ എടുത്തെഴുതി. നമുക്കിനി കാണേണ്ടത് എന്താ? WX, സിഗ്മ WX അറിയണം, സിഗ്മ W അറിയണം. അപ്പം നമ്മൾ ഡബ്ല്യുവിൻ്റെ സം എടുത്തു, വെയ്റ്റ്സിൻ്റെ സം എടുത്തു, അപ്പോൾ സിഗ്മ W കിട്ടി 20 എന്ന്. ഇനി WX എന്നൊരു കോളം കൂടെ വേണം. W ഇൻറ്റു എക്സ് ചെയ്താൽ മതി. 60 × 2 120, 90 × 4 360. ആ രീതിയിൽ WX കണ്ടു. എന്നിട്ട് അതിൻ്റെ സം കൂടെ ലാസ്റ്റ് കാണുന്നു, സിഗ്മ WX കാണുന്നു. അതെത്ര വരും? 1470 എന്ന് വരും. അപ്പോൾ ഡയറക്റ്റ് കാണാമല്ലോ. ഇനി വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് ബാർ W ഈക്വൽ ടു സിഗ്മ WX ബൈ സിഗ്മ W, അതായത് 1470/20, 73.5 മാർക്കെന്ന് കിട്ടും. വളരെ എളുപ്പമാണ്, ഇക്വേഷൻ അറിഞ്ഞാൽ മതി. പക്ഷേ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനാണ് ഞാൻ പറഞ്ഞത് നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ ഞാൻ ഇടയ്ക്ക് അസൈൻമെൻറ്റ് തരും, അത് എഴുതിക്കൊള്ളുക. അതിൻ്റെ കൂട്ടത്തിൽ കഴിവതും ഹെഡിങ്സ് അല്ലെങ്കിൽ ടോപ്പിക്സും ഇക്വേഷനും മാത്രം എഴുതി പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ എക്സാമൊക്കെ ആകുമ്പോൾ ഒന്ന് മറിച്ച് നോക്കാനും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അത് സെയിം മോഡലൊരു ക്വസ്റ്റ്യൻ ആണിത്, ക്വസ്റ്റ്യൻ നമ്പർ 21. അത് ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. സെയിം മോഡലാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഡേറ്റയ്ക്ക് മാർക്കിന് പകരം ഇൻഡെക്സ് നമ്പർ എന്നാൽ അതിനെ എക്സ് എന്ന് എടുത്തു, വെയിറ്റ് തന്നിട്ടുണ്ട് W എന്ന് എടുത്തു, WX കാണുന്നു, ഡയറക്റ്റ് വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആൻസർ 276.41 എന്ന് കിട്ടും. അത് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഇതോടെ നമ്മുടെ മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. 2-3 ക്ലാസ് ആയിട്ട് അരിത്തമെറ്റിക് മീനാണ് നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നോക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് തുടക്കത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വന്നതായിരുന്നു മീൻ, മീഡിയൻ, മോഡ്. അതിൽ മീനാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. അടുത്ത ക്ലാസ്സിൽ മീഡിയനും മോഡും ഒക്കെ നോക്കാം. ആസ് യൂഷ്വൽ നോട്ട്സ് എഴുതി വയ്ക്കുക. തിയറി പാർട്ട് എഴുതി വെക്കണം എന്നില്ല. പ്രോബ്ലംസ്, ക്വസ്റ്റ്യൻ എഴുതുക, പ്രോബ്ലംസ് സ്വയം സോൾവ് ചെയ്തിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ഓർ കോൾ മീ. താങ്ക് യു.